വൈ ഫാദർ ഒരു മകളോടും ഒരച്ഛനും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പുള്ളി ചെയ്തിട്ടുണ്ട്. സംസാരിക്കാൻ വാക്കുകളാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പിന്നെ എൻ്റെ വാപ്പ പറഞ്ഞു ഞാൻ ഇമോഷണലി ഇതാക്കി, പക്ഷെ എന്നെ ഫിസിക്കലി തൊട്ടിട്ടില്ല. നിങ്ങളിപ്പോൾ കൃത്യമായിട്ട് കേട്ടുവാണല്ലോ ആദിലയുടെ വായിൽ നിന്നും വന്ന വാക്കുകൾ. ഒരച്ഛൻ ഒരു മകളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നോട് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന കാര്യം അല്ലാന്ന് തന്നെയാണ് ആദില വ്യക്തമായിട്ട് ആ ഇന്റർവ്യൂവറോട് പറയുന്നൊരു കാര്യം. എന്നാൽ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് ബാക്കിലായിട്ട് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഫാമിലി റൗണ്ട് നടന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. ആ ഒരു സമയത്ത് ഫാമിലിയെ കാണണം എന്ന് കൂടുതൽ ആഗ്രഹിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവർ തന്നെയാണ്. അതിനകത്ത് നിന്നും നമ്മുടെ നൂറ പറഞ്ഞിട്ടുള്ള ഒരു ഏക വാക്ക് നമുക്കൊന്ന് കേട്ടു നോക്കാം. കാരണം നൂറ ഇവരുടെ കൂടെ ഒരു പാർട്ണറാണെന്ന് നമുക്കറിയാം, ഇവർ ലെസ്ബിയൻ കപ്പിൾസ് ആണെന്ന് അറിയാം. അതായത് അതിലേക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും പ്രോപ്പറായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ഈ നൂറ തന്നെയാണ്. അപ്പൊ നൂറയ്ക്ക് എന്തായാലും ഇത്തരത്തിലൊരു ഇൻസിഡന്റ് നടന്ന കാര്യത്തെക്കുറിച്ച് അറിയായിരിക്കുമല്ലോ. അങ്ങനെ ഒരു പാർട്ണർക്ക് ഇതുപോലൊരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പാർട്ണർക്ക് അത്തരത്തിലൊരു അവസരം ഉണ്ടാക്കിയ ഒരു ഫാദർ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസോ എക്സ് ഓർ വൈ ആ ഒരു വ്യക്തിയെ കാണണമെന്ന് ഇവർക്ക് ആഗ്രഹം കാണിക്കുമോ? കാണിക്കത്തില്ല. അവിടെ നൂറ കൃത്യമായിട്ട് ബിഗ് ബോസിനകത്ത് പറയുന്നത് കേട്ടു നോക്കാം. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു ഫാമിലി റൗണ്ടിൽ എൻ്റെ പാരൻസിൻ്റെയും ആദിലൻ്റെയും പാരൻസ് വരും എന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് ഇമോഷണലായി. എന്താ നൂറ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ആദില തന്നെ പറയുന്നുണ്ട്. ആദിലയുടെ അനുഭവം ഏകദേശം എല്ലാം നൂറയ്ക്ക് അറിയാവുന്നതായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫാമിലിയെ കാണണമെന്നൊക്കെ പറയുന്നത് എന്ത് തരത്തിലുള്ള പ്രൊമോഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് തന്നെ മറന്നു പോയതാണോ, അതോ ഇനി നമ്മുടെ രേണുസുതിയെ പോലെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കാതിരിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ എഴുതി എവിടെയെങ്കിലും വെക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയിരിക്കത്തുള്ളൂ. എന്നാൽ ഈ പേരൻസിനെ കാണണം എന്ന് പറഞ്ഞ ഇതേ വ്യക്തികൾ തന്നെ ഒരു ലൈവിനകത്ത് ഇവരെ പേരൻസിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് വ്യക്തമാക്കി കാണിച്ചിട്ട് അതിനുശേഷം ഇവരെ പേരന്റ് എന്താണ് ചെയ്തത്, ഇവരുടെ അച്ഛൻ്റെ അകത്തുള്ള ഇൻവോൾവ്മെന്റ് എന്താണ് എന്ന് വ്യക്തമായിട്ട് ഞാൻ തെളിവ് സഹിത ഈ വീഡിയോ കാണിച്ചു തരാം. ഉമ്മയെ കാണാതെ വിഷമം തോന്നാറില്ലേ താത്ത? ആനക്ക് ഉമ്മയെ കാണുന്നതോ? ഉമ്മയെ കാണാതെ വിഷമം തോന്നുന്നില്ലേ? ഇല്ല, വിഷമം തോന്നില്ല. നിന്നെ 10 മാസം ആ കൊട്ടയിലിട്ട് അല്ല വയറ്റിലിട്ട് ചുമന്നിട്ട് രണ്ടാമത് തോന്നില്ല. മുബഷിർ രാവിലെ വന്നേക്കാണ് ഓരോ കൊനിഷ്ഠ ചോദ്യമായിട്ട്. അതായത് ഉമ്മയെ കാണാതിരിക്കാൻ നിങ്ങൾക്ക് വിഷമമില്ലെന്ന് ചോദിച്ചപ്പോഴത്തേനും ഇല്ല, വിഷമമില്ല. ഉമ്മ 10 മാസം നിന്നെ ആ കൊട്ടയിൽ ചുമന്നതാണെന്ന്. അത് ചിലപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രസവിക്കാനൊരു അവസരം കിട്ടത്തില്ലായിരിക്കും. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു മനോവിഷമം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അല്ലാത്ത പക്ഷം ചിലപ്പോൾ അത് കൊട്ടയോ വട്ടിയോ ചട്ടിയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത്തരത്തിലൊരു ലൈവിൽ വന്നിട്ട് സ്വന്തം പേരൻസിനെ കാണണമെന്ന് യാതൊരു ആഗ്രഹമില്ല എന്ന് പറഞ്ഞ വ്യക്തികൾ ബിഗ് ബോസിലേക്ക് വന്നിട്ട് 10-60 ദിവസം ആയപ്പോഴത്തേന് പേരൻസിനെ കാണണമെന്ന് അതിയായ ആഗ്രഹം എത്തരത്തിലാണ് ഉണ്ടായതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ബിഗ് ബോസിനെ പുറത്ത് നിന്നപ്പോഴും ഒരു പേരൻസിനെ കാണുന്നില്ല, പേരൻസുമായിട്ട് കോൺടാക്ട് വെക്കുന്നില്ല. പിന്നെ ബിഗ് ബോസിന് ഉള്ളിലേക്ക് പോയ ഒരു 60 ദിവസത്തിനകത്ത് എത്തരത്തിലാണ് ഇത്തരത്തിലൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു സ്നേഹം നിങ്ങൾക്ക് എങ്ങനെയാണ് ഉടലെടുത്തതെന്ന് കാണുന്ന പ്രേക്ഷകർക്കായാലും തോന്നിപ്പോകുന്നൊരു കാര്യമായിരിക്കും. കാരണം ഇതുപോലുള്ള ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി ഈ ജിഞ്ചർ മീഡിയയിൽ വന്നിട്ടുള്ള ഈ ആദിലയുടെ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു ഭാഗം, ചെറിയൊരു ബൈറ്റ് ഉണ്ട്, ആ ഒരു ബൈറ്റ് നമുക്ക് കാണാം. അതിനുശേഷം ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ചധികം ഇന്റർവ്യൂവിലുള്ള കുറച്ചധികം ഭാഗങ്ങളും ഈ ഇവരുടെ ലെസ്ബിയൻ കപ്പിൾസ് അക്സെപ്റ്റ് ചെയ്യാതെ ഇവർ ഇറങ്ങി വന്നതിന് ശേഷം ഇവർ മനോരമയ്ക്ക് കൊടുത്തിട്ടുള്ളൊരു ആ സമയത്ത്, അതായത് ഇവർ ഈ സെലിബ്രിറ്റി ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ മനോരമ ന്യൂസിൽ കൊടുത്തിട്ടുള്ളൊരു ബൈറ്റ് ഉണ്ട്. അതിനകത്തും വ്യക്തമായിട്ട് ഈ പറയുന്നത് കള്ളത്തരമാണെന്ന് തെളിയിച്ചു തരും. ഓക്കെ, വൈ ഫാദർ ഒരു മകളോടും ഒരച്ഛനും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പുള്ളി ചെയ്തിട്ടുണ്ട്. സംസാരിക്കാൻ വാക്കുകളാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ബുദ്ധിമുട്ടുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരച്ഛന് ഒരു മകളോട് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം അദ്ദേഹം എന്നോട് ചെയ്തിട്ടുണ്ട്. വാക്കുകളെ സംസാരിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി അല്ല എന്നും മറുപടി പറയുന്നുണ്ട്. അത് ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമായിരിക്കും എന്താണ് എന്നുള്ളത്. പക്ഷെ നമുക്കത് അത്തരത്തിൽ ഊഹിച്ചെടുക്കണ്ട. പെൺകുട്ടിയുടെ വായിൽ നിന്നും തന്നെ വരുന്നതായിരിക്കും നല്ലത്. അല്പം ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, മനസ്സിലാക്കി എടുക്കുക കാര്യമാണ്. റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടാണ്, അറിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ അത് കണക്റ്റഡ് ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അത് കുറച്ച് ട്രോമറ്റൈസിങ് സാധനമാണ്. റിയാക്ട് ചെയ്തില്ലേ? ട്രോമറ്റൈസിങ് സാധനമാണെന്ന് പറയുന്നുണ്ട്. ട്രോമറ്റൈസിങ് സാധനം എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഏത് രീതിയിലാണ് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നാലും ഈ രീതിയിലൊക്കെ പോവാം. പക്ഷെ ചാൻസ് അതിലേക്കല്ല പോകുന്നത്. കാരണം ഇതിന് മുമ്പ് അടുത്തൊരു ക്ലിപ്പ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ തന്നെ അത് വിത്ഡ്രോ ചെയ്തു. ഇവർക്ക് താഴെ ഒരു സിബ്ലിംഗ് ഉള്ളതല്ലേ, പിന്നെ ഇറ്റ്സ് ഫൈൻ, ലെറ്റ് ഇറ്റ് ഗോ. അതെ,
തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവക്ക് താഴെ ഒരു സിബ്ലിംഗ് ഒരു അനിയത്തി ഉള്ളതല്ലേ, അനിയത്തി ഉള്ളത് കൊണ്ട് ഇതൊരു പ്രശ്നമായിട്ട് മുന്നോട്ട് എടുത്ത് കൊണ്ടുവന്നില്ല എന്ന് നൂറ പറയുന്നുണ്ട്. ഇതേ നൂറ തന്നെയാണ് ബിഗ് ബോസിനുള്ളിൽ നിന്നുകൊണ്ട് ആതിരയുടെ പേരൻസ് വന്നായിരുന്നേ കൊള്ളായിരുന്നു എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു ബാഡ് അനുഭവം ഉണ്ടായിട്ടുള്ള പേരൻസിനെ വീണ്ടും നിങ്ങൾ എത്തരത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങൾ കേസായിട്ട് കൊണ്ടുവന്നില്ല? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ആൻസർ ഇവരെ കൊണ്ട് തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന് പുറത്തോട്ട് വന്നതിന് ശേഷം. കാരണം ഹൗസിനുള്ളിൽ ഇവരുടെ പല കാര്യങ്ങൾക്കും ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തന്നെയാണ്. പക്ഷെ ഇവർ പുറത്ത് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും നേർ വിപരീതമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണുന്നത്. ഇവർ ലൈവിനകത്ത് പല വ്യക്തികളെയും പച്ചയ്ക്ക് വിളിക്കുന്ന പല കാര്യങ്ങളും ഹൗസിനുള്ളിൽ ചെന്നപ്പോഴത്തേക്കിന് നോർമലൈസ് ചെയ്തോ, അല്ലെങ്കിൽ അതെല്ലാം അതെല്ലാം ഒരു ജനറേഷന്റെ ഭാഗമായിട്ടാണെന്നോ, അല്ലെങ്കിൽ ഒരു അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമായിട്ടൊക്കെ കാണുന്നതായിട്ട് എനിക്ക് പല ഭാഗങ്ങളിലും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ചിലരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല പല കാര്യങ്ങൾക്കും. എന്നാലും ഞാൻ ആദ്യമൊക്കെ ഈ ആതിരയും നൂറയും പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തതാണ്. ഈവൻ ലക്ഷ്മി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നടന്നപ്പോൾ തന്നെ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടൊരു വ്യക്തിയാണ്. പക്ഷെ പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഹൗസിനുള്ളിൽ നിലവിൽ ഇപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഇവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണിച്ചു തരാം. അതായത് ടെഡെക്സ് ടോക്സിനകത്ത് വന്നിട്ടുള്ള ഈ ആതിരയുടെ ഒരു ചെറിയൊരു ഭാഗം, അതായത് ഈ ഒരു ട്രോമറ്റൈസിങ് സാധനം എന്ന് പറയുമല്ലോ, ആ സാധനമായിട്ട് ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യം ഏകദേശം 1 year മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം, അതായത് ഇവർ ഇൻഫ്ലുവൻസർ ലെവലിലേക്ക് വന്നതിന് ശേഷം പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം. Mom and relatives that I had such a bad experience from my father. My mom told me that he's not such a person and you're just cooking up stories. And it was such കള്ളത്തരങ്ങൾ മേയ്ക്കുന്നു, നിന്റെ അച്ഛൻ അതുപോലെ ഒരാളല്ല, അച്ഛൻ്റെ അടുത്ത് നിനക്ക് അങ്ങനെ ഒരു ബാഡ് അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് സ്വന്തം ഉമ്മിച്ച് പറയുന്നു. ഓക്കെ, a heartbreaking thing to hear from your mother. And I hope that not a single child get a chance to hear such words from their own mother. And I would like to make it in my mother tongue. സെക്ഷലി അസോൾട്ട് ചെയ്ത് പെട്ടിരിക്കുന്ന ഒരു കുട്ടീനോട് സ്വന്തം അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു ഇമോഷൻ. അപ്പം മെന്റലി അസോൾട്ട് അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, സെക്ഷുവലി. മനസ്സിലായില്ല നിങ്ങൾക്ക് എന്താണെന്ന്? സെക്ഷുവലി അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ആദില ഈ ഒരു ഭാഗത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ സ്വന്തം ഫാദർ എന്താണ് ചെയ്തതെന്നുള്ളൊരു കാര്യം. അപ്പം അത്തരത്തിൽ ഉള്ളൊരു ഫാദറിനെ നിങ്ങൾക്ക് ഹൗസിനുള്ളിലേക്ക് കൊണ്ടുവന്ന് കാണാനായിട്ട് പറ്റുമോ? അങ്ങനെ ഒരു തവണ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ നിങ്ങളുടെ താല്പര്യമോ ഇഷ്ടമോ ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? അവരുടെ പ്രസൻസ് തന്നെ നിങ്ങളെ സംബന്ധിച്ച് അറപ്പായിരിക്കുമല്ലോ. നോർമലി സ്ത്രീകൾക്കെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കിനി വേറെ വല്ലതാണെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ടൈമിൽ നമ്മൾ എന്താ ചെയ്യാൻ നമുക്കറിയില്ല. അപ്പം ഇനി എങ്കിലും ജസ്റ്റ് അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോയെന്നെങ്കിൽ ആ കേൾക്കുന്ന അമ്മമാരെ നോക്കണം. അല്ലാതെ എൻ്റെ ഹസ്ബൻഡാണ്, നിൻ്റെ ഫാദറാണ്, ഹി വോണ്ട് ഡു ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അതിനുള്ള ചാൻസസ് ഉണ്ട്. സോ മൈ മദർ wasn't there at that time for me. Yeah, so I also told the police that I won't go along with my family. And they arranged a short stay for me. Even I informed it to the police that my father sexually assaulted me, and they were like, okay, we'll take the complaint and your father will be imprisoned. And they also started blackmailing. You are his daughter, right? Then why you are doing this? You're having a sister too. അതായത് കംപ്ലൈന്റ് കൊടുത്ത പോലീസുകാർ തന്നെ ഈ പെൺകുട്ടിയെ എടുത്ത് ടോർച്ചർ ചെയ്ത്, നിങ്ങൾക്കൊരു അനിയത്തി ഉണ്ടല്ലോ, എന്തിനാ ഈ വഴിക്കൊക്കെ പോകുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്, ഭർത്താവ് അച്ഛനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരം ഈ പെൺകുട്ടി പോലീസിന്റെ ഭാഗത്തുനിന്ന് അനുഭവിച്ചെന്നാണ് പറയുന്നത്. Just think about her. This is what they told me in return. And I was like, okay, leave that, because what happened to me is happened, but I want Noora back, so let's focus on that. And the investigations continued and I went back to the ഓക്കെ, ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നും ഫാമിലിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഫാദറിന്റെ ഭാഗത്തുനിന്ന് എന്താണ് സംഭവിച്ചത്. ആ സംഭവിച്ച ഭാഗങ്ങൾ കൃത്യമായിട്ട് അമ്മയുടെ അടുത്ത് വിവരിച്ചപ്പോൾ അമ്മ എന്താണ് തന്നോട് പറഞ്ഞതെന്നും ഏത് രീതിയിലാണ് അവർ ഈ പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം ഇവരുടെ ഇൻഫ്ലുവൻസർ ലെവലിലേക്ക് എത്തിയതിനു ശേഷം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതിനു മുമ്പ്, അതായത് ഇവരുടെ ഈ റിലേഷൻഷിപ്പെല്ലാം അറിഞ്ഞ് ഇവർ ഒന്നിക്കുന്ന സമയത്തോടു കൂടി അത്യാവശ്യം ചെറിയൊരു കോൺട്രവേഴ്സി ആയിരുന്നല്ലോ. ഈ അറിയാവുന്നവർക്കെല്ലാം പ്രോപ്പറായിട്ട് അറിയാം. ഏകദേശം ഒരു 3 വർഷം മുമ്പായിരുന്നു. ആ ഒരു സമയത്ത് ഇവർ മനോരമയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റ് ഉണ്ട്. ആ ബൈറ്റിൻ്റെ ഒരു ഭാഗം നമുക്ക് കണ്ടുനോക്കാം. അപ്പോഴാണ് ഞങ്ങളുടെ വാപ്പന്മാർ ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ അവളുടെ അനിയത്തിമാരും വാപ്പയും മർദ്ദിക്കുകയുണ്ടായി. ഉമ്മയാണെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ വാപ്പ പറയുകയും ചെയ്തു, ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാനേ ഉണ്ടാവുള്ളൂ, ഈ ഒരു റിലേഷനാണ് പോകുന്നതെങ്കിൽ എന്ന്. എന്നിട്ട് പിന്നെ എൻ്റെ വാപ്പ പറഞ്ഞു ഇമോഷണലി ഇതാക്കി, പക്ഷെ എന്നെ ഫിസിക്കലി തൊട്ടിട്ടില്ല അന്ന്. പിന്നെ അതിനുശേഷം ഓക്കെ, ഫിസിക്കലി ഒന്നും തൊട്ടിട്ടില്ല, ഫിസിക്കലി യാതൊരു ബുദ്ധിമുട്ടും സ്വന്തം അപ്പൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വാപ്പയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ്
അതിൽ ആ ഒരു സമയത്ത് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് എന്താണ് വ്യക്തമായ ഒരു ക്ലാരിറ്റി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പം അതിലേക്ക് വേണമെങ്കിൽ പറയാം, ഇത്തരത്തിലൊരു ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത്, അല്ലെങ്കിൽ സ്വന്തം വാപ്പയെ ആ ഒരു ഇന്റർവ്യൂ സമയത്ത് നാട്ടുകാരുടെ മുന്നിലേക്ക് കരിവാരി തേക്കാതിരിക്കാനായിരിക്കും ഞാൻ അത്തരത്തിൽ സംസാരിക്കാതിരുന്നത്. അതിനുശേഷം ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ലെവലിലേക്ക് ഞാൻ വളർന്നതിന് ശേഷം പല കാര്യങ്ങളും പല വ്യക്തികളുമായിട്ട് സംസാരിച്ച് അതിനകത്തൊരു ഗ്രിപ്പ് എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ട് പറയുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അവകാശപ്പെടാം, യാതൊരു കുഴപ്പമില്ല. പക്ഷേ അത്തരത്തിലൊരു ബാഡ് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ബിഗ് ബോസിനുള്ളിൽ ഫാമിലി റൗണ്ട് വന്നപ്പോൾ അവരെ കാണാൻ ആഗ്രഹിച്ചു എന്നുള്ളൊരു ചോദ്യം ബിഗ് ബോസ് പ്രേക്ഷകൻ എന്ന രീതിയിലും ഈ ഷോ ആസ്വദിക്കുന്ന രീതിയിലും ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ അംഗീകരിക്കുന്നത് അത്രയും നല്ല കാര്യമാണ് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരു ചോദ്യം ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അതിന് വ്യക്തമായ ഒരു ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ടാണ് ഇതുപോലൊരു ടോപ്പിക് എടുത്ത് വ്യക്തമായിട്ടൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കാണുമല്ലോ, എന്തായാലും ഞാനിത് പറയും. ആദ്യം പറയണമെന്ന് വിചാരിക്കുന്ന എല്ലാം മറന്നു, റിലേ കട്ടായിരുന്നു വീഡിയോ ചെയ്യുക. അപ്പം ശരി, എന്നാൽ പിന്നെ കാണാം.